പരാതിപ്പെടാനായി പതിനായിരക്കണക്കിന് കാരണങ്ങളുള്ള ഒരു മനുഷ്യൻ ഒന്നിനോടും പരാതി പറയാതെ കടന്നുപോയി. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടിവിയുടെയും ഗുഡ്നസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 49ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് സ്റ്റോറിയിൽ ഒരു വയോധികയുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ വയോധിക നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വയോധികയ്ക്ക് 2 പെൺമക്കളുണ്ട്. ഒരാൾ പൂക്കാരി പെൺമകൾ, രണ്ടാമത്തെ ആൾ പപ്പടക്കാരി പെൺമകൾ. ഈ വയോധികയെ സംബന്ധിച്ചിടത്തോളം വേനലിലും അതോടൊപ്പം തന്നെ മഴക്കാലത്തും കരയാനും നിലവിളിക്കാനും മാത്രമേ സമയമുള്ളൂ. കാരണം വേനൽക്കാലത്ത് പൂക്കാരി പെൺകുട്ടിയെക്കുറിച്ച് ഇവൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വേനലിൻ്റെ കാഠിന്യം മൂലം ഇവിടെ ചെടികളൊക്കെ ഉണങ്ങിപ്പോകുമോ എന്ന ശങ്ക. ആഴത്തിലുള്ള കിണറിൽ നിന്നും വെള്ളം വലിച്ചു കയറണം. അങ്ങനെ വരുമ്പോൾ ആ കിണറ്റിലേക്ക് കാല് വഴുതിപ്പോകുമോ എന്ന ആശങ്ക. ഇനി ഈ ചെടികളെയൊക്കെ വെള്ളം നനച്ച് ഈ മകൾ വാടിപ്പോകുമോ തളരുമോ എന്ന ചിന്ത. ഈ ചിന്ത ഈ വയോധികയെ അലട്ടിക്കൊണ്ടിരുന്നു. ഇനി മഴക്കാലം വന്നാൽ അവിടെയും പരാതിയാണ്. കാരണം പപ്പടക്കാരി പെൺമകളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ ഉണ്ടാക്കി വെച്ച പപ്പടം ഉണങ്ങുവാൻ വെയിൽ വേണം. ഈ മഴക്കാലത്ത് ഈ പപ്പടമൊക്കെ ഉണങ്ങുമോ? ഇങ്ങനെ ഉണങ്ങാൻ സാധിച്ചില്ല എങ്കിൽ പപ്പടം ഉണ്ടാക്കാൻ മേടിച്ചു വെച്ച സാധനങ്ങളൊക്കെ തണുപ്പ് മൂലം പൂപ്പൽ പൂത്തു പോവില്ലേ? പിന്നെ ഇവൾക്ക് എങ്ങനെയാ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ വേനൽക്കാലമായാലും മഴക്കാലമായാലും പരാതി പറയാൻ മാത്രമേ ഈ വയോധികയ്ക്ക് സാധിക്കുന്നുള്ളൂ. എന്നാൽ നേരെ മറിച്ചൊന്ന് ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും, സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. വേനൽക്കാലത്ത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. പപ്പടക്കാരി മകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, പപ്പടമൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അത് നന്നായി ഉണങ്ങും, ധാരാളം കച്ചവടം നടക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പരാതി കൃതജ്ഞതയായി പതുക്കെ മാറും. ഇനി മഴക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം പൂക്കാരി മകളുണ്ട്. ആ പൂക്കാരി മകൾക്ക് വെള്ളമൊന്നും കോരി ചെടി നനയ്ക്കേണ്ടി വരില്ല, ധാരാളം പൂക്കൾ കിട്ടുമല്ലോ എന്ന ആ ചിന്ത, ആ നന്ദിയുടെ മനോഭാവം മതി ഈ മകൾക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കണ്ടുവരുന്ന ഒരു സത്യം ഇതാണ്. ജീവിതങ്ങളിലേക്ക് ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കാതെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലേക്ക്, ആകുലതയുടെ ആഴങ്ങളിലേക്ക് താണു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പരാതിയും പരിഭവവുമായി ജീവിതം ഒരുപക്ഷെ തള്ളി നീക്കുകയായിരിക്കാം ചെയ്യുന്നത്. ചുരുക്കത്തിൽ ചിലരുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്. ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. നെഗറ്റീവായി മാത്രം കാണാൻ ജീവിതത്തെ സമീപിക്കാൻ സാധിക്കുന്നു. അവിടെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിന് നിങ്ങളെക്കുറിച്ചുള്ള ഹിതമെന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ജീവിതങ്ങളിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഈശോ ചൊരിഞ്ഞിട്ടില്ലേ?
എന്നെ കേൾക്കുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. കാരണം ഒരു സ്ക്രീനിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് എന്നെ കാണാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനും സാധിക്കുന്നു. ഇത് സാധ്യമല്ലാത്ത എത്രയോ പേരുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങൾ ജീവിതങ്ങളിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് നന്ദിയോടെ പരാതിപ്പെടാതെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ആയിരിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ള ഹൃദയത്തിൽ ഒരിക്കലും പരാതിക്ക് സ്ഥാനമില്ല. പലപ്പോഴും ജീവിതത്തിൽ സങ്കടങ്ങൾ പറഞ്ഞ് ജീവിതത്തിൻ്റെ ഭംഗിയുള്ള കാര്യങ്ങൾ പറയാൻ നാം ഒക്കെ ചിലപ്പോൾ മറന്നുപോയിരിക്കാം. എ കംപ്ലൈൻറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ഗോഡ് എന്നാണ് പറയുന്നത്. പരാതി പറഞ്ഞ് ദൈവത്തെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്തത് ദൈവമാണ്. ആ ദൈവത്തിന് ഒരു ലോജിക്കുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതിനെതിരെ മറുതലിക്കുമ്പോൾ ജീവിതം വേദനയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പരാതി പറയുന്നവരുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇതൊരു കോപ്പിംഗ് മെക്കാനിസം, ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഒരാളെ കേൾക്കാൻ ഈ ലോകത്തിൽ ആരും ഇല്ലെങ്കിൽ അയാൾ തൻ്റെ പരാതിയിലൂടെ തനിക്കൊരു വേദനയുണ്ട് എന്ന് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. പഠനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: നിരന്തരം പരാതിപ്പെടുന്നവരിൽ നെഗറ്റീവ് ബയസ് വർദ്ധിക്കുന്നു. അതുവഴി തലച്ചോറിൽ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോണിൻ്റെ ഉൽപാദനം കൂടുന്നു. അങ്ങനെ ശരീരവും മനസ്സും നെഗറ്റീവ് ചിന്തയുടെ കെട്ടുപടലങ്ങളിൽ ആയിരിക്കാം. സ്നേഹമുള്ളവരെ, പരാതിപ്പെടുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പോസിറ്റീവ് സൈക്കോളജിയും പറഞ്ഞു തരുന്നുണ്ട്. 21 ദിവസം കൃതജ്ഞത, നന്ദി രേഖപ്പെടുത്തുന്നവരിൽ സ്ട്രെസ് ഹോർമോൺ കുറയും, അവരുടെ സ്ലീപ്പിംഗ് ക്വാളിറ്റി വർദ്ധിക്കുമെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളിൽ സന്തോഷത്തിൻ്റെ തോത് ഉയരും. ഓർക്കുക, പരാതിപ്പെടാൻ 10,000-കണക്കിന് കാരണങ്ങളുള്ള ഒരു മനുഷ്യൻ ഒന്നിനോടും പരാതി പറയാതെ കടന്നുപോയത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നന്ദിയുള്ളവരായിരിക്കുവിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, വിധിക്കാത്ത മനുഷ്യർക്ക് മാത്രമേ പരാതിയില്ലാത്ത സായാഹ്നം ഉണ്ടാവുകയുള്ളൂ. എനിക്കറിയാം, പ്രായമുള്ള വൈദികരും പ്രായമുള്ള വ്യക്തികളെയൊക്കെ. ഞങ്ങൾ വിൻസെൻഷൻ സഭാംഗങ്ങളാണ്. ഞങ്ങളുടെ പ്രായമുള്ള വൈദികരൊക്കെ ഞങ്ങളുടെ തന്നെ ആശ്രമങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. എനിക്ക് ഒരു വൈദികനെ വ്യക്തിപരമായി പരിചയമുണ്ടായിരുന്നു. ആ വന്യ പുരോഹിതൻ കുറേ കാലം ആഫ്രിക്കയിലൊക്കെ ജോലി ചെയ്തു. അതിനുശേഷം തീരെ പറ്റാതായ സമയത്ത് ഇന്ത്യയിലേക്ക്, കേരളത്തിലെ ഞങ്ങളുടെ ഒരു ആശ്രമത്തിലേക്ക് വരികയാണ്. ജീവിതത്തിൻ്റെ നല്ല പങ്കും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരു പുരോഹിതൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇവിടെ എത്തുക. കാരണം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരി എന്നും കാണുവാൻ സാധിക്കുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു. പിന്നെ വലിയ ബുദ്ധിമുട്ടായി. എന്നാൽ നല്ല ചികിത്സയൊക്കെ കൊടുത്തത് കൊണ്ട് പതുക്കെ പിക്കപ്പായി ദൈവാനുഗ്രഹത്താൽ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ ആ സ്ട്രോക്ക് സമ്മാനിച്ച അസ്വസ്ഥതകളൊക്കെ ഈ പുരോഹിതനിൽ ഉണ്ടായിരുന്നു. ഈ വന്യവൈദികൻ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടാറില്ലായിരുന്നു. ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയും, എനിക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങ് മരിക്കുന്നത്, തമ്പുരാൻ്റെ മുമ്പിലേക്ക് പോകുന്നതാണ് ഇഷ്ടമെന്നിങ്ങനെ ചെറുപുഞ്ചിരിയോടെ ഞങ്ങളോട് പറയുമായിരുന്നു. സ്നേഹമുള്ളവരെ, അദ്ദേഹം ആഗ്രഹിച്ചു തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു. ഒന്നിനോടും പരാതിപ്പെടാതെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്വീകരിച്ച് നന്ദിയോടെ ജീവിതം നയിച്ച ഒരു വന്യ പുരോഹിതൻ. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഇതുപോലുള്ള പ്രായമായ മാതാപിതാക്കളൊക്കെ ഉണ്ടായിരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും
മക്കളെയോ കൂടെയുള്ളവരെയോ ഒന്നും അറിയിക്കാതെ അങ്ങനെ സഹിച്ച് നന്ദിയുടെ മനസ്സോടുകൂടെ തന്നെ തമ്പുരാന്റെ മുമ്പിലേക്ക് പോയ പ്രിയപ്പെട്ടവരും നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ നമുക്കറിയാം, സമർപ്പിത ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും പരാതി പറയുന്ന വ്യക്തികളുണ്ടെങ്കിൽ ജീവിതം ദുസ്സഹമായി തീരുകയായി ചെയ്യുന്നത്. യൗവനകാലത്ത് യുവത്വം നിറഞ്ഞു തുളുമ്പുന്ന കാലഘട്ടങ്ങളിൽ പരാതി കേൾക്കാനും അതിനെ സ്വീകരിക്കുവാനും ഒക്കെ കുറേയൊക്കെ സാധിക്കും. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ അത് സ്വീകരിക്കുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ജീവിത പങ്കാളികളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്, അച്ചോ തൊട്ടതിനും തൊടുന്നതിനുമെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു പാത്രം താഴെ വീണാൽ, ഒരു കറിക്ക് ഉപ്പ് കൂടിയാൽ ഉപ്പ് കുറഞ്ഞാൽ പ്രശ്നമാണ് അച്ചോ. പഴയതുപോലെ ഈ പരാതിയൊന്നും കേൾക്കാനുള്ള മനസ്സില്ല, അത് പറ്റുന്നില്ല, അത് മനസ്സിനും ശരീരത്തിനും താങ്ങാൻ പറ്റുന്നില്ല എന്ന് പല വ്യക്തികളും പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, പരാതികളുടെ സായാഹ്നം ഇല്ലാതാകണമെങ്കിൽ ദൈവം തന്ന നന്മകളും നമ്മുടെ കൂടെയുള്ളവരുടെ വ്യക്തികളുടെ നന്മകളും കണ്ടെത്തുവാൻ സാധിക്കണം. ജീവിതത്തിൽ എല്ലാം ഭംഗിയുള്ളതാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതോടൊപ്പം തന്നെ പല മനുഷ്യരുടെയും പ്രവർത്തനങ്ങൾ കുലീനത നിറഞ്ഞതല്ല. ഈ അവസ്ഥയിലും ജീവിതത്തെ സംയമനത്തോടെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത നിറഞ്ഞ ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്നേഹമുള്ളവരെ, അതെങ്ങനെ വളർത്തിയെടുക്കുവാനായി നമുക്ക് സാധിക്കും? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജീവിതം സുന്ദരമാണ്. സുന്ദരമായ ജീവിതത്തിൽ ആകസ്മികമായി പല കാര്യങ്ങളും സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കുന്ന നിമിഷങ്ങളിൽ തളർന്നു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ വിശ്വസിക്കുക, കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്ന, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കറിയാം, 3 യുവാക്കന്മാർ തീച്ചൂളയിൽ ആയിരുന്ന നിമിഷങ്ങളിൽ അവരെ ഒരു പൊള്ളൽ പോലും ഏൽപ്പിക്കാതെ സംരക്ഷിച്ച ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ നിറമാർന്ന പ്രതീക്ഷകളുണ്ട്, നിറമാർന്ന സ്വപ്നങ്ങളുണ്ട്. ഈ നിറമാർന്ന പ്രതീക്ഷകളും നിറമാർന്ന സ്വപ്നങ്ങളുമൊക്കെ ചിലപ്പോൾ തകർന്നടിയുന്നതായി നമ്മൾക്ക് തോന്നാം. ഇനി ഒരിക്കലും ആർക്കും നമ്മുടെ നിറമാർന്ന സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും നിറക്കൂട്ടുകൾ പകരുവാൻ സാധ്യമല്ല എന്നും ഒരു ചിന്ത ഉണ്ടായി വരാം. എന്നാൽ വിശ്വസിക്കുക, എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് വിചാരിക്കുന്ന സമയത്താണ് ദൈവം ഇടപെടുക. അങ്ങനെയെങ്കിൽ ഓരോ തകർച്ചയുടെ പിന്നിലും ദൈവത്തിൻ്റെ കരസ്പർശം പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഓരോ ദിവസവും ദൈവം എത്രമാത്രം അനുഗ്രഹങ്ങളാ എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. നമ്മളൊക്കെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആ ദിവസത്തെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്തേ. എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. തളർന്ന് ഇരുന്ന സമയത്ത് ദൈവം ജീവിക്കുന്ന മാലാഖമാരെ മനുഷ്യരുടെ രൂപത്തിൽ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തിയ നിമിഷങ്ങളില്ലേ? ഒരു നല്ല വാക്കിലൂടെ നമുക്ക് ശക്തി പകർന്നു തന്ന വ്യക്തികളില്ലേ? ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മുമ്പോട്ട് പോകുമ്പോൾ വലിയ സ്നേഹത്തോടെ നമ്മെ സമീപിച്ച, നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമൊക്കെ ഏറ്റെടുത്ത വ്യക്തികളില്ലേ? ഇങ്ങനെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്രമാത്രം നന്ദി പറയുവാനായി നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നന്ദി പറഞ്ഞാലും ഈ ജീവിതം അവസാനിക്കില്ല. കാരണം ഈ പ്രപഞ്ചത്തെ ഡിസൈൻ ചെയ്ത ആ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വിട്ടുകൊടുക്കുമ്പോൾ, ആ ദൈവത്തോട് ചേർന്ന് സ്നേഹത്തോടെ ജീവിക്കുവാനായി ശ്രമിക്കുമ്പോൾ, മാനുഷികമായ രീതിയിൽ
കുറവുകളും കുറ്റങ്ങളുമൊക്കെ കാണാം. പക്ഷേ അവിടെയൊക്കെ സ്വാന്തനത്തിൻ്റെ ഒരു കരസ്പർശമുണ്ട്. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി നിറഞ്ഞ ഒരു മനസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഞാൻ ചില വ്യക്തികളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതാണ്: അച്ചോ, ഞങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ്. എന്നാലും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കേണ്ട ചിലരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ. അച്ചോ, ഞങ്ങൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ച സ്കൂളുകളുണ്ട്. ആ സ്കൂളിൽ ഞങ്ങളെ സ്വീകരിച്ച വൈദികര്, സിസ്റ്റേഴ്സ് ഉണ്ട്. ആരും അറിയാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നല്ല വ്യക്തികളുണ്ട്. അച്ചോ, ഇവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പം ഒത്തിരി സന്തോഷമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അച്ചോ, ഇന്ന അച്ഛൻ എവിടെയാണ്? ആ അച്ഛനെ വന്നാൽ കാണാൻ പറ്റുമോ? അങ്ങനെ ആ അച്ഛൻ്റെയും വൈദികരുടെയും അതോടൊപ്പം അവരെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ നമ്പറുകളും അഡ്രസ്സും ഒക്കെ മേടിച്ച് അവരെ വിളിക്കുകയും അവധിക്കാലത്ത് വരുമ്പോൾ അവരെ സന്ദർശിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ എനിക്കറിയാം. സ്നേഹമുള്ളവരെ, ഇതാണ് നന്ദി നിറഞ്ഞ മനസ്സ്. ഇനി ചില കുടുംബങ്ങളെ എനിക്കറിയാം, അവർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ, ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒരുമിച്ച് നിത്യാരാധനയ്ക്ക് വെച്ചിരിക്കുന്ന പള്ളികളിലേക്ക് പോവുകയും അങ്ങനെ കുറേ സമയം ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ജീവിത പങ്കാളികളെ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ ജീവിതത്തിൽ നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നന്ദി പറയാം. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും, ഈ കിളികളൊക്കെ പഴം തിന്നുന്നത് എത്ര തൃപ്തികരമായിട്ടാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഡിവൈൻ്റെ ഇംഗ്ലീഷ് ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കപ്പളത്തേൽ ചില കുരുവികൾ വരും. കപ്പളങ്ങ പഴമുണ്ട്. ഈ പഴത്തേൽ 2-3 കുരുവികൾ ഒരുമിച്ചിരുന്ന് വളരെ തൃപ്തിയോടെ കപ്പളങ്ങ പഴം അവരിങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കുരുവികൾ പതുക്കെ പതുക്കെ കൊത്തിയെടുക്കുക ചെയ്യുന്നത്, അവരുടേതായ രീതിയിലുള്ള ഒരു ശബ്ദമൊക്കെ. എത്ര തൃപ്തിയോടുകൂടിയാണ് ഈ കുരുവികൾ ഭക്ഷണം കഴിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഒരു തൃപ്തി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാവട്ടെ. തൃപ്തിയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാവം. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നന്ദി പറയാതെ പോയ സഞ്ചരിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ അങ്ങ് നൽകിയ ജീവിതം, ആ ജീവിതത്തിലെ നന്മകൾ, അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാൻ, തൃപ്തിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മനസ്സിലാക്കുന്നു, പരാതിപ്പെടാൻ 10,000-കണക്കിന് കാരണങ്ങൾ ഉണ്ടായിട്ടും ഒന്നിനോടും പരാതി പറയാതെയല്ലേ അങ്ങ് കടന്നുപോയത്. അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.